ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ അനാലിസിസിലെ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നോട്ടുകളുമാണ്. So we will just first of all we will just recall the definitions we have already studied. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. I will just read those definitions. A linear operator x from x to y is called a compact operator if and only if for every bounded sequence xn belongs to x, the sequence axn has a Cauchy sequence. എപ്പോഴാണ് a function a which is defined from x to y അതൊരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവുന്നത് എപ്പോഴാണ്? For every bounded sequence xn belongs to x, then there exists a sequence axn. It has a Cauchy sequence. അതിനൊരു Cauchy sequence ഉണ്ടായിരിക്കും. ഇമേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കുന്ന സീക്വൻസ് എന്തായിരിക്കും? ഒരു Cauchy sequence അവിടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നതാണ് a set k subset of x, it is called compact set if and only if for every sequence xn belongs to k, there exists an x belongs to k and a subsequence xni of x so that xnk tends to x. ഇനി എപ്പോഴാണ് k എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആവുക അല്ലെങ്കിൽ പ്രീ കോമ്പാക്റ്റ് ആവുക എന്ന് പറയുന്നത്? k is said to be relatively compact or pre-compact if every sequence xn belongs to k has a Cauchy subsequence xni. Pre-compact ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? if for every sequence xn belongs to k അവിടെ എന്തു വേണം? ഒരു Cauchy subsequence വേണം എന്നാണ് പറയുന്നത്. x കംപ്ലീറ്റ് ആണ്, k റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ k ക്ലോഷർ എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് അർസേലാസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറാണ്. ബിഫോർ ഗോയിങ് ടു അർസേലാസ് തിയറം ഐ വിൽ ജസ്റ്റ് വി വിൽ ഹാവ് ജസ്റ്റ് 2 ഡെഫിനിഷൻസ്. ആ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. ലെറ്റ് M is a subset of അല്ലെങ്കിൽ M is contained in CAB. What is CAB? എന്താണ് CAB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Set of all continuous function defined on closed interval AB. അല്ലേ? സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ് എന്ത്? CAB എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് M is contained in CAB. Then M is said to be uniformly bounded. M എന്ന് പറയുന്നത് it is said to be uniformly bounded. There exists some alpha greater than 0 such that norm f is less than alpha for all f belongs to M എന്നാണ് പറയുന്നത്. M is contained in CAB. M is said to be uniformly bounded. Then there exists some alpha greater than 0 such that norm f is less than alpha for all f belongs to M എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? M എന്ന് പറയുന്നത് എ ബിയിലെ ഒരു ഫംഗ്ഷനാണ്. ഹിയർ M is a function on AB clearly. അല്ലേ? എ ബിയിലെ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ഇറ്റ് ഇസ് യൂണിഫോംലി ബൗണ്ടഡ്. ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് എ ബിയിലെ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കണ്ടീഷൻ? ദെൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു M, x is bounded, then there exists absolute value അല്ലേ? mod x of t less than some alpha x എന്ന് ഞാൻ എടുക്കുകയാണ്. some alpha x for all t belongs to the interval closed interval AB. M എന്ന് പറയുന്ന സെറ്റിൽ there are infinitely many functions. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എമ്മിലുള്ളത് ഫങ്ഷൻസ് ആണ് അല്ലേ? ആ എക്സ് എന്ന് പറയുന്നത് എമ്മിലൊരു ഫങ്ഷനാണ് എന്ന് പറഞ്ഞതുപോലെ എം എന്ന് പറയുന്ന സെറ്റിൽ കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. എക്സിനെ പോലെ വരുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും.
എഫ് യൂണിഫോംലി ബൗണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ എമ്മിലെ എല്ലാ ഫങ്ഷനും കോമൺ ആയി ഒരു യൂണിഫോം ബൗണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഞാൻ വേറൊരു ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു, അല്ലെങ്കിൽ ഞാൻ വേറെ വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എമ്മിൽ നിന്ന് എടുത്തു, അതിനും ഇതേപോലെ എനിക്ക് ഒരു ലെറ്റ് ആൽഫ എക്സ് എന്ന് പറയുന്നതിന് പോലെ ആൽഫ വൈ എന്ന് പറയുന്ന ഒരു ബൗണ്ട് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഈ ആൽഫകൾ കോമൺ ആയ ഒരു സാധനത്തിന് ഇവരെല്ലാം ബൗണ്ടഡാണ്. ഒരു ബൗണ്ട് ഒരു കോമൺ ആയിട്ട് വരുന്നൊരവസ്ഥ, ആ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു കേസ്, അതിനെയാണ് നമ്മൾ യൂണിഫോം ബൗണ്ടഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് സം ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് there exists alpha greater than 0 such that norm f less than or equal to alpha for all f belongs to M. അല്ലേ? ഈ നോം എഫ് എന്ന് പറയുന്നത് നമ്മൾ സി എ ബിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സി എ ബിയിലാണ് നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ. എഫ് എമ്മിലുള്ള ആളാണ്, എം ഇസ് കണ്ടെയ്ൻഡ് ഇൻ സി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന നോം എന്ന് പറയുന്നത് സുബ്നോമാണ് അല്ലേ? സുബ്നോമാണ് നമ്മൾ സി എ ബിയിൽ എടുക്കുന്നത്. സോ നോം എഫ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എടുക്കാം. ലെസ് ദാൻ എപ്സിലോൺ ആണ് നമ്മുടെ കയ്യിൽ തിയറത്തിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് ലെസ് ദാൻ എപ്സിലോൺ. ബട്ട് വി ക്യാൻ ടേക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഓൾസോ. സോ എഫ് എസ് യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറയാം. എഫ് ഈസ് യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അവിടെ പറയുന്നത് എന്താ, രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ് ശ്രദ്ധിക്കൂ. എഫ് എം ഇസ് സെറ്റ് ടു ബി ഇക്വി കണ്ടിന്യൂസ്. എം ഇസ് സെറ്റ് ടു ബി ഇക്വി കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കൂ. M is said to be equicontinuous for epsilon greater than 0. There exists a delta greater than 0 such that mod t1 minus t2 is less than delta implies mod f of t1 minus f of t2 is less than epsilon for all f belongs to M എന്നാണ് പറയുന്നത്. equicontinuous ആണ് എന്നതാണ് അവിടെ പറയുന്നത്. സോ I am just taking the thing as means ഞാൻ പറയുകയാണ് എഫ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്, എഫ് എസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താണ്, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever mod t1 minus t2 is less than delta, the distance between these 2 points is less than delta, then images of these 2 points, corresponding images will be less than epsilon. അല്ലേ? absolute value of these corresponding images will be less than epsilon. പറഞ്ഞ എന്താണ്, mod f of t1 minus f of t2 is less than epsilon എന്ന് പറയാം. അല്ലേ? വേറൊരു ഫംഗ്ഷൻ ഞാൻ g എടുക്കുകയാണ്. if I take another function g, അങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ കറസ്പോണ്ടിങ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എനിക്ക് അവിടെ കിട്ടുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് വേറെ ആവാം. ഞാനിപ്പോൾ എഫിന് പകരം ഞാൻ ജി എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്. ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സെയിം എപ്സിലോൺ ഞാൻ എടുത്താലും എനിക്ക് അവിടെ കറസ്പോണ്ട് ചെയ്ത് എടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് വേറെ ആവാം. സോ ഇവിടെ എം എസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എ ബി എന്ന് പറഞ്ഞു ഞാൻ. ദർ മേ ബി ഇൻഫൈനൈറ്റ്ലി മെനി കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ഇൻഫൈനൈറ്റ്ലി മെനി കണ്ടിന്യൂസ് ഫങ്ഷൻസ് എം എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. ഇതിൽ ഓരോരുത്തരും കണ്ടിന്യൂസ് ആണ്, ഷുവറാണ് അല്ലേ? ഓരോരുത്തരുടെയും എപ്സിലോണിന് കറസ്പോണ്ടായിട്ട് ഓരോരോ ഡെൽറ്റ നമുക്ക് കിട്ടും. ഫോർ ഈച്ച് എഫ് നമ്മൾ ഓരോരോ എഫുകൾ നമ്മൾ എടുക്കുമ്പോഴും ഇവിടെ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് കറസ്പോണ്ടിങ് ഡിഫറെൻറ്റ് ഡെൽറ്റ കിട്ടുമെന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ എം എന്ന് പറയണ സെറ്റിൽ എല്ലാവർക്കും കൂടി എപ്സിലോൺ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് 1 എപ്സിലോൺ
we get one delta suitable for every f belongs to M. നമ്മൾ ഇവിടെ പറയുന്നത് ഏതൊരു എപ്സിലോൺ എടുത്താൽ, ഏതൊരു ഫംഗ്ഷൻ എഫ് എടുത്താലും നമ്മൾ എടുക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെയിം എപ്സിലോൺ എടുത്താലും ഏത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും കറസ്പോണ്ടായിട്ട് സെയിം ഡെൽറ്റ കിട്ടുന്ന ഒരവസ്ഥ, സെയിം ഡെൽറ്റ കിട്ടുന്ന സ്യൂട്ടബിൾ ആയിട്ട് 1 ഡെൽറ്റ ഫോർ 1 എപ്സിലോൺ എന്ന് വരുന്ന ഒരു കേസ് ഫോർ എവറി എഫ് ബിലോങ്സ് ടു എം. ഇങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വി കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സെയിം എന്ത് വരികയാണ്, വി ആർ ജസ്റ്റ് ഏത് എഫ് എടുത്താലും ഫോർ ദ സെയിം എപ്സിലോൺ വി ഗെറ്റ് 1 ഡെൽറ്റ, വി ഗെറ്റ് 1 ഡെൽറ്റ സ്യൂട്ടബിൾ ഫോർ എവറി എഫ് ബിലോങ്സ് ടു എം. ഇങ്ങനെ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വി കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ദിസ് കേസ് ഇസ് നോൺ ആസ് ഇക്വി കണ്ടിന്യൂസ്. അപ്പോൾ 2 ഡെഫിനിഷനാണ് പറഞ്ഞത്, ഒന്ന് യൂണിഫോംലി ബൗണ്ടഡ് ആൻഡ് ഇക്വി കണ്ടിന്യൂസ്. ഈ 2 ഡെഫിനിഷൻ എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അർസേലാസ് തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അർസേലാസ് തിയറം പ്രൂവ് ചെയ്യാനില്ല, നമുക്ക് ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ ഐ എം മൂവിങ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അർസേലാസ് തിയറം. ഹിയർ ദ തിയറം ഇസ്, വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് ഐ എം ഗോയിങ് ത്രൂ ദ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഈസ് അർസേലാസ് തിയറം? Let M subset of CAB, M is relatively compact in CAB if and only if M is uniformly bounded and equicontinuous and കേട്ടോ. M is contained in CAB. M എന്ന് പറയുന്നത് it is contained in continuous space of all continuous function defined on AB. M എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് CABയിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോൾ M is uniformly bounded and equicontinuous. M യൂണിഫോംലി ബൗണ്ടഡും ഇക്വി കണ്ടിന്യൂസും ആവുമ്പോൾ M എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആയിരിക്കും ഇൻ CAB എന്നാണ് പറയുന്നത്, ഇൻ CAB എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഞാൻ ഇതിനെ ഒന്നും കൂടി ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇഫ് ഐ ക്യാൻ ജനറലൈസ് ദിസ് AB ഇൻ ടു എഫ്. എഫ് എന്ന് പറയുന്നത് ഒരു മെട്രിക് പ്രീ കോമ്പാക്റ്റ് സ്പേസ് ആണ്, പ്രീ കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് ആണ്. മെട്രിക് പ്രീ കോമ്പാക്റ്റ് സ്പേസ് ആണ് എഫ് എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എം ഇസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എഫ് എന്ന് വരും അല്ലേ. ഇതും റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആയിരിക്കും. എം ഇസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എഫ്, ദാറ്റ് ഇസ് എഫ് എന്ന് പറയുന്ന ഒരു മെട്രിക് കോമ്പാക്റ്റ് സ്പേസ് ആണ്, മെട്രിക് പ്രീ കോമ്പാക്റ്റ് സ്പേസ് ആണ്. എം ഇസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ഇൻ CAB ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇസ് യൂണിഫോംലി ബൗണ്ടഡ് ആൻഡ് ഇക്വി കണ്ടിന്യൂസ് എന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കൊന്ന് മാറ്റിയാണ്. ദിസ് ഇസ് ഓൾസോ ട്രൂ ഫോർ ആൻ എഫ്, ദാറ്റ് ഇസ് എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഇസ് എനി മെട്രിക് പ്രീ കോമ്പാക്റ്റ് സ്പേസ് എന്ന് പറയാം. നെക്സ്റ്റ് വി ഹാവ് എ നോട്ട്. ആക്ച്വലി എന്തൊക്കെയാണ് നമ്മുടെ നോട്ടിൽ പറയുന്നത്? ദിസ് ഇസ് ഫ്രം അവർ അർസേലാസ് തിയറം. എന്തൊക്കെയാണ് പറയുന്നത്? ദ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ പ്രീ കോമ്പാക്ട് സെറ്റ് ഇസ് പ്രീ കോമ്പാക്ട്. എ സബ്സെറ്റ് ഓഫ് എ പ്രീ കോമ്പാക്ട് സെറ്റ് ഇസ് പ്രീ കോമ്പാക്ട് എന്നാണ് പറയുന്നത്. ഒരു സെറ്റ് എപ്പോഴാണ് പ്രീ കോമ്പാക്റ്റ് ആവുക? സെറ്റ് ഇസ് പ്രീ കോമ്പാക്ട് ഇഫ് ഇറ്റ് ക്ലോഷർ ഇസ് കോമ്പാക്ട്. അതിൻ്റെ ക്ലോഷർ കോമ്പാക്റ്റ് ആവുമ്പോൾ അല്ലേ. ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്റ്റ് സെറ്റ് കോമ്പാക്റ്റ് ആണ്. ഷുവർ ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ എവറി സബ്സെറ്റ് ഓഫ് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ് ഇസ് ഓൾസോ പ്രീ കോമ്പാക്റ്റ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? അത് ട്രിവിയൽ കേസാണ്, ഡയറക്റ്റ് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ദെൻ the next statement is let A from x to y is a bounded linear operator and U be the unit ball in X. If A of U is pre-compact, then image of every ball is pre-compact. A എന്ന് പറയുന്നത് x to y ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്.
ആൻഡ് യു ബി ദ യൂണിറ്റ് ബോൾ ഇൻ എക്സ്. യു എന്ന് പറയുന്നത് എക്സിലുള്ളൊരു യൂണിറ്റ് ബോളാണ്. ഇഫ് എ ഓഫ് യു ഈസ് പ്രീ കോമ്പാക്ട്, എ ഓഫ് യു എന്ന് പറയുന്നത് പ്രീ കോമ്പാക്റ്റ് ആണെങ്കിൽ ദെൻ ഇമേജ് ഓഫ് എവറി ബോൾ ഇസ് പ്രീ കോമ്പാക്ട്. ദെൻ ഇമേജ് ഓഫ് എവറി ബോൾ എന്തായിരിക്കും? പ്രീ കോമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ദിസ് ഓൾസോ ട്രിവിയൽ കേസാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിന് പ്രൂഫിൽ ട്രിവിയലി നമുക്ക് പറയാവുന്ന കേസാണത്. ദെൻ തേർഡ് വൺ ഫ്രം ദ ഡെഫിനിഷൻസ് ഉണ്ടാവും. തേർഡ് വൺ ഇസ് എ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ ഇസ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. അതെന്താണ്? എ എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഇമേജ് ഓഫ് ദ യൂണിറ്റ് ബോൾ ഓഫ് എക്സ് ഈസ് പ്രീ കോമ്പാക്റ്റ് സെറ്റ് ഇൻ വൈ. എ ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇമേജ് ഓഫ് ദ യൂണിറ്റ് ബോൾ ഓഫ് എക്സ് ഇസ് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ് ഇൻ വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? We will just go through the proof of the statement. Proof of 1 and 2 is trivial. Third one ൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ പറയുന്നത്. Statement is written here. I am going to the proof anyway. Let a from x to y be a compact operator. A to x to y എന്ന് പറഞ്ഞൊരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് തന്നിട്ടുണ്ട്. Then for every bounded sequence xn belongs to x, the sequence axn has a Cauchy subsequence എന്ന് എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ ഡെഫിനേഷൻ ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഐ ക്യാൻ സേ ഫോർ എവറി ബൗണ്ടഡ് സീക്വൻസ് എക്സ് എൻ ബിലോങ്സ് ടു എക്സ്, ദ സീക്വൻസ് എ എക്സ് എൻ ഹാസ് എ കോഷി സീക്വൻസ് എന്ന് എനിക്ക് പറയാം. പറഞ്ഞൂടെ? ഏതൊരു ബൗണ്ട് ഞാൻ എടുത്താലും, ഏത് ഒരു ബൗണ്ട് എക്സ് എൻ എക്സിൽ നിന്നെടുത്താലും, ഏതൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ സീക്വൻസ് ഞാൻ എക്സിൽ നിന്നെടുത്താലും ഇമേജ് സീക്വൻസ് ആയിട്ട് എനിക്കൊരു കോഷി സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇഫ് എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, എ ഓഫ് യു റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ടു വൈ ആണ് എന്ന് തെളിയിക്കണം. എ ഓഫ് യു എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ കോമ്പാക്റ്റ് ഇൻ വൈ ആണ് എന്ന് ഞാൻ തെളിയിക്കണം. ദാറ്റ് ഈസ് എ ഓഫ് യു ഈസ് പ്രീ കോമ്പാക്റ്റ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഓഫ് യുവിൽ നിന്നുള്ള ഒരു സീക്വൻസ് എടുക്കുക. ഞാൻ എ ഓഫ് യുവിൽ നിന്നൊരു സീക്വൻസ് എടുക്കുക, അതിനൊരു കോഷി സബ്സീക്വൻസ് ഉണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്യുക. ഇത്രയല്ലേ എനിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ അല്ലേ, എ ഓഫ് യുവിൽ നിന്ന് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ സീക്വൻസ് ഫ്രം എ ഓഫ് യു. ഐ നീഡ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഹാസ് എ കോഷി സബ്സീക്വൻസ് ഇറ്റ് ഹാസ് എ കോഷി സബ്സീക്വൻസ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യുക അല്ലേ. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ലെറ്റ് വൈ എൻ ബി ദ സീക്വൻസ് ഇൻ എ ഓഫ് യു. വൈ എൻ എന്ന് പറയുന്നത് എ യുവിലുള്ള ഒരു സീക്വൻസ് ആണെന്ന് എടുത്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് എ സീക്വൻസ് എക്സ് എൻ ഇൻ യു. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ ഇസ് എ സീക്വൻസ് എക്സ് എൻ ഇൻ യു. അതെങ്ങനെ വന്നത്? ദാറ്റ് ഈസ് വൈ എൻ എ യുവിൽ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വൈ എൻ ഷുഡ് ബി an image of some element of u. yn should be an image of some element of u. Then there is a sequence xn in u. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു സീക്വൻസ് xn യുവിൽ ഉണ്ടാവുള്ളൂ. സച്ച് ദാറ്റ് yn എന്ന് പറയുന്നത് AXN ആകുന്ന തരത്തിൽ, yn എന്ന് പറയുന്ന സീക്വൻസ് AXN ആകുന്ന തരത്തിൽ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് xn ബിലോങ്സ് ടു യു ഇംപ്ലൈസ് സീക്വൻസ് xn ഈസ് ബൗണ്ടഡ് ആൻഡ് A എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. ഹെൻസ് yn ഈസ് ഈക്വൽ ടു AXN ഹാസ് എ കോഷി സബ്സീക്വൻസ് എന്ന് പറയാം. ഇവിടെ എക്സ് എന്ന് പറയണത് യുവിലെ ഒരാളാണ് അല്ലേ. യു എന്ന് പറയണത് ഒരു യൂണിറ്റ് ബോളാണ്. ഹിയർ യു ഈസ് ആക്ച്വലി എ യൂണിറ്റ് ബോൾ. യു എന്ന് പറയണത് എന്താണ്? ഒരു യൂണിറ്റ് ബോളാണ്.
എക്സെന്നിലെ ഓരോ സീക്വൻസ് എക്സെന്നിലെ ഓരോ എലമെൻറ്റിൻ്റെയും നോമ് എന്ന് പറയുന്നത് നോം ഓഫ് സീക്വൻസ് എക്സെൻ എന്ന് പറയുന്ന ഓരോ എലമെൻറ്റിൻ്റെ നോം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതുകൊണ്ട് സീക്വൻസ് എക്സെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ബൗണ്ടഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. ബൈ അവർ അസംഷൻ എ ഈസ് കോമ്പാക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹെൻസ് സീക്വൻസ് വൈ എൻ ഇസ് ഈക്വൽ ടു എ എക്സ് എൻ ഹാസ് എ കോഷി സബ്സീക്വൻസ് ബൈ അസംഷൻ നമുക്ക് പറഞ്ഞൂടെ? പറയാം, ഡെഫിനിഷനുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മുടെ അസംഷനിൽ വന്നതായിരുന്നു. ദാറ്റ് ഈസ് വൈ എൻ ബിലോങ്സ് ടു എ ഓഫ് യു and sequence yn has a Cauchy subsequence. Yn has a Cauchy subsequence. Yn has a Cauchy subsequence എന്ന് കിട്ടിക്കഴിഞ്ഞാൽ a of u പ്രീ കോമ്പാക്റ്റ് ആയില്ലേ? then a of u is pre-compact. then a of u is pre-compact എന്ന് പറയാം. a of u is pre-compact. Next we have our converse part. Conversely, assume that the image of the unit ball u of x is pre-compact set in y. Then എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ്? The image of any ball in x is pre-compact. Conversely, assume that the image of the unit ball u of x is a pre-compact set in in y. Then the image of any unit ball in x is pre-compact എന്ന് തെളിയിക്കണം ഞാൻ. യൂണിറ്റ് ബോളിൻ്റെ ഇമേജ് പ്രീ കോമ്പാക്റ്റ് ആണെങ്കിൽ എല്ലാ ബോളിൻ്റെ ഇമേജും പ്രീ കോമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വി നീഡ് ടു പ്രൂവ് എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവണമെങ്കിൽ എന്ത് വേണം? ടേക്ക് എനി ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ്, ഇമേജ് സീക്വൻസ് മസ്റ്റ് ഹാവ് എ കൺവെർജൻറ്റ് സബ്സീക്വൻസ് അല്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനുകളും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള നോട്ടുകളും കണ്ടീഷനുകളും വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവണമെങ്കിൽ എന്ത് വേണം? ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുക്കണം നമ്മൾ. എക്സിൽ നിന്ന് ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുക്കണം നമ്മൾ. ദെൻ ഇമേജ് സീക്വൻസ് മസ്റ്റ് ഹാവ് എ കൺവെർജൻറ്റ് സബ്സീക്വൻസ് എന്ന് പറയാം അല്ലേ? സോ പ്രൂഫ് എങ്ങനെ വരണം നോക്കൂ. ലെറ്റ് എക്സ് എൻ ബി എ ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ്. എക്സ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ്. ദെൻ സീക്വൻസ് എക്സ് എൻ ബിലോങ്സ് ടു സം ബോൾ ബി ആൻഡ് ഇറ്റ്സ് ഇമേജ് ഈസ് pre-compact and its image is pre-compact. അതിൻ്റെ ഇമേജ് എന്താണ്? pre-compact ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ pre-compact ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നോമെക്സിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടല്ലോ അല്ലേ? നോമെക്സ് വിൽ ബി നോമെക്സ് എൻ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ ഓൾ എൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സീക്വൻസ് എക്സ് എൻ എന്ന് പറഞ്ഞ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എക്സ് എൻ എന്ന് പറയണത് നമ്മളുടെ ബോൾ ബിയിലാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം. ആൻഡ് ദസ് ബോൾസ് ഇമേജ് ഈസ് പ്രീ കോമ്പാക്റ്റ്. ഇത്രയും വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുണ്ട് അല്ലേ? ഈ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്രയും വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ. നൗ AXN is a sequence in the pre-compact set. AXN എന്ന് പറയുന്നത് it is a sequence in pre-compact set എന്ന് ഞാൻ എടുക്കുകയാണ്. Now set A of B. Hence it admits a Cauchy sequence. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു Cauchy sequence ഉണ്ടാവില്ലേ? XNകൾ ബൗണ്ടഡ് സീക്വൻസ് ഇൻ എക്സ് ആയിട്ട് സീക്വൻസ് XN belongs to B എന്ന് നമുക്ക് കിട്ടും. ഇമേജുകളായിട്ടുള്ള AXNകൾ എന്ന് പറയുന്നത് പ്രീ കോമ്പാക്ട് സെറ്റാണ് എ ഓഫ് ബിയുടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു Cauchy സബ്സീക്വൻസ് ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ പോരെ, Cauchy സബ്സീക്വൻസ് നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? A is a compact operator എന്ന് കിട്ടി. Then A is a compact operator എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ജസ്റ്റ് രണ്ട് നോട്ടുകൾ, അതേപോലെ അർസേലാസ് തിയറം. റിമെമ്പറിങ് വൺസ് മോർ ഐ എം ജസ്റ്റ് ഗിവിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അർസേലാസ് തിയറം. എന്തായിരുന്നു അർസേലാസ് തിയറം പറഞ്ഞിരുന്നത്? വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അർസേലാസ് തിയറം?
എം ഇസ് എ സബ്സെറ്റ് ഓഫ് സി ഓഫ് എ ബി. എം എന്ന് പറയുന്നത് സി ഓഫ് എ ബിയുടെ സബ്സെറ്റാണ്. എം ഇസ് relatively compact in C of AB if and only if M is uniformly bounded and equicontinuous. This is Arzela's theorem. ഇനി അസ്കോളി തിയറം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തിയറങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറെ തിയറാണ് കേട്ടോ. ഇതിന് നമുക്ക് പ്രൂഫ് പഠിക്കാനില്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ടോപ്പിക് യു ക്യാൻ മെസ്സേജ് മീ. താങ്ക് യു.